Hey guys, welcome back to Thasni DIY D7. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്ലോറൽ വാൾ ഹാങ്ങിങ് ഡെക്കോർ ആണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ക്രാഫ്റ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. ഇപ്പോൾ മൊത്തത്തിൽ മടങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്ന പോലെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമുക്കിവിടെ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ഹാഫ് റൗണ്ട് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റൊന്നുകൂടെ മേക്ക് ചെയ്തെടുക്കണം. ഞാനിത് രണ്ടും ഡിഫറെൻറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ക്രാഫ്റ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു സിസർ യൂസ് ചെയ്തിട്ട് ഇതിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എൻഡ് എത്തുമ്പോൾ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു സ്കെയിൽ വെച്ച് നമുക്കിതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് ഒരു വൈറ്റ് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബീഡ്സ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള ഫ്ലവേഴ്സ് ആണ് ഞാൻ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കണം.
ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ ഭാഗങ്ങളെല്ലാം എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന റൗണ്ട് ഷേപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാർഡ്ബോർഡോ അല്ലെങ്കിൽ മാഗസീൻ കവർ പേജോ മറ്റോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി റൗണ്ടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഓരോന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം ഇതിന്മേൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു A4 ഷീറ്റിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പെൻസിൽ എടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കണം. ഇപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സിസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു ക്രാഫ്റ്റ് പേപ്പർ വെച്ച് ഇതേ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കാണുന്ന പോലെ ഈ രണ്ട് സൈഡും ചെറുതായി ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് കളറിലാണ് ഞാൻ ഇത് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചെയ്തു വെച്ചിട്ടുള്ളത് ഓരോന്നായി വൂളൻ ത്രെഡിൽ കോർത്തു കൊടുക്കാം. എടുത്തിട്ടുള്ള ത്രെഡ് ഏത് കളറിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് ഞാൻ കോർക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ ഭാഗം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കോർത്ത് വെച്ചിട്ടുള്ള ത്രെഡുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി ഗ്ലൂ യൂസ് ചെയ്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മേക്ക് ചെയ്തിരുന്ന പോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് എടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ത്രെഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം.
ഇനി നമുക്കിതൊന്ന് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഈ ക്രാഫ്റ്റ് ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് പീസ് എടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു ക്രാഫ്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.